കോട്ടയത്ത് രാത്രി നല്ല മഴയായിരുന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുകയാണ്. വേളൂരിൽ നിന്ന് അഖിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഖിൽ, വെരി ഗുഡ് മോർണിംഗ് അഖിൽ. വേളൂരിൽ എന്താണ് അവസ്ഥ? കോട്ടയത്ത് പൊതുവെ മഴയ്ക്ക് തെല്ലി ശമനമുണ്ടായിരുന്നു. വീണ്ടും മഴ തുടങ്ങിയിരിക്കുകയാണോ? വെള്ളം കയറിയ ഇടങ്ങളിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയതാണ്. ഇപ്പോൾ എന്താണ് വേളൂരിലെ അവസ്ഥ? ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ടോ? ആളുകൾക്ക് യാത്ര ചെയ്യുന്നതിന് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഡോക്ടർ അനിൽകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ജില്ലയിൽ രാത്രി മുതൽ തന്നെ ശക്തമായ മഴ പെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്നലെയൊക്കെ മഴ മാറി നിന്നിരുന്നതായിരുന്നു. പക്ഷേ ഇപ്പോഴും വീണ്ടും ഈ മഴ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നല്ല രീതിയിൽ ഇടവിട്ട് പലയിടങ്ങളിലും എല്ലാ മേഖലയിലും മലയോര മേഖലയിലായാലും ശരി, പടിഞ്ഞാറൻ മേഖലയിലായാലും ശരി മഴ പെയ്യുന്നുണ്ട്. വെള്ളം ഇറങ്ങി തുടങ്ങിയതാണ്, നല്ല രീതിയിൽ ഇറങ്ങി തുടങ്ങിയതാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെയൊക്കെ നമുക്ക് മുട്ടിന് മുകളിൽ വെള്ളമുണ്ടായിരുന്നു, അവിടെ ഇപ്പോൾ താഴ്ന്നിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ വെള്ളക്കെട്ട് ഇവിടെ തുടരുന്ന സാഹചര്യത്തിൽ മഴ വീണ്ടും കൂടുകയാണെങ്കിൽ അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഗതാഗതത്തിന് വലിയ തടസ്സങ്ങളില്ല. ചെറിയ തോതിലൊക്കെ വാഹനങ്ങൾ പതുക്കെയൊക്കെ ആയെങ്കിലും കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ ഇനിയും മഴ തുടരുന്നത് ആശങ്കയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും നടക്കുന്നത് ഈ വീടുകളുടെയൊക്കെ രണ്ടാം നിലയിലാണ് ആളുകളുള്ളത്. നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഒന്നാം നിലയൊക്കെ ഇപ്പോഴും ഈ വേളൂർ ഭാഗത്തൊക്കെ മൂടിക്കിടക്കുകയാണെന്നുള്ളതാണ്. എന്തായാലും ഒരു ജോലിക്കൊക്കെ പോയി തീർച്ചയായിട്ടും ചേട്ടാ വെള്ളം കുറഞ്ഞു തുടങ്ങിയിട്ടില്ലേ? കുറയാൻ തുടങ്ങി നിൽക്കുകയാണ്. അതെ, ശകലം ഇറങ്ങിയാണ്, പിന്നെയും ശകലം കയറിയിട്ടുണ്ട്. വെള്ളം കയറി ഇറങ്ങി മഴ കൂടിയപ്പോൾ വീട്ടിൽ മുറിക്കാത്ത നല്ല വെള്ളം ഉണ്ടായിരുന്നു. വൈകിട്ട് ഇറങ്ങിയായിരുന്നു. ഇപ്പം ശകലം കയറുന്നുണ്ട്. പിന്നെ നിന്നില്ലെങ്കിൽ ഇത്ര പാടാ. എന്നാ ചെയ്യാനാ? ജീവിക്കണില്ല. മഴയിൽ മറിഞ്ഞിട്ട് കാര്യമുണ്ട്. പോയ പണി പോകാതിരിക്കണം പറ്റുമോ? ഈ പശു കറവയും ചെത്തുകാരനും ആശുപത്രി മുടക്കണം പാടില്ല. ചെത്തുകാരൻ മൊത്തം ചെത്തിലെ കല്ല് കിട്ടുന്നില്ല. കറവ പശുവിനെ അങ്ങോട്ട് നീര് വെച്ചപ്പോൾ പശു പോകും. നേരത്തെ പോലെ ഉരുളച്ച അമ്മണേനും അതൊക്കെ കൊണ്ടാണ് ജീവിക്കുന്നുണ്ട്. അവരും ജീവിക്കുന്നുണ്ട്, നമ്മളും ജീവിക്കുന്നുണ്ട്. നമ്മൾ പോവാം വെള്ളത്തെ തല്ലിക്കൊണ്ട്. അത് അദ്ദേഹം പറഞ്ഞതിലുണ്ട്. ഞാൻ കണ്ണീനാട്ടുകാരൻ, തമിഴ്നാട്ടുകാരനാണ്. ഇവിടെ ജീവിക്കാൻ വന്നതാണ്. പോകാതിരിക്കാൻ പറ്റുമോ? അതൊക്കെ പോവാൻ കഷ്ടപ്പാടും പറഞ്ഞിട്ട് കാര്യമില്ല. ജീവിക്കുന്നത് തന്നെയാണ്. ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അത് വിദ്യാർത്ഥികൾക്കാണ്. ഈ ജോലിക്കും മറ്റും പോകുന്ന ആളുകൾക്ക് പോയേ പറ്റൂ എന്നുള്ളതാണ്. ചേട്ടാ, വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും മഴ പെയ്യുന്ന ആശങ്കയാണ്. വെള്ളം ഇറക്കും ഇട്ടതാണ്, പിന്നെ അതുപോലെ തന്നെ ഇരിക്കുക. ഇന്നലെ വെള്ളം മഴ നിന്നിട്ടില്ല. അത് നല്ല വെള്ളമാണ്. ഞങ്ങളുടെ വീടിനകത്ത് ഇത്ര അവിടെ എൻ്റെ വീട് അവിടെയാണ്. വണ്ടി അവിടെ ഇട്ടിട്ട് നമ്മൾ നടക്കുക. അല്ല ഇവിടെ ഇറങ്ങാണ്ട് ഇന്നലെയൊക്കെ അവിടെ വണ്ടി അവിടെ ഇടാൻ പറ്റുള്ളായിരുന്നു. ഇന്നത്തെ ഇവിടം വരെയായി. ഇന്നലെ നല്ല ഇറക്കം ഉണ്ടായിരുന്നു. ഇന്ന് മഴ നിന്നിട്ടില്ല. അതുകൊണ്ട് വെള്ളം അതുപോലെ തന്നെ നിൽക്കും. വീടിനകത്ത് വീണ്ടും കഴുകാണ്ട് പോവുക. കഴുകാൻ മാർഗ്ഗമില്ല. എന്നാലും പിന്നെ അങ്ങോട്ട് പോവുക. ഇന്ന് കഴുകാന്ന് വെച്ചപ്പോൾ ഇന്നലെ തോർന്നിട്ടില്ല, വെയിലില്ല. അതുകൊണ്ട് വെള്ളം അതുപോലെ നിൽക്കും. എല്ലാവരും അങ്ങനെ പിള്ളേരെല്ലാം അടുത്ത വീട്ടിൽ താമസം. അത് തന്നെയാണ് ഡോക്ടർ അനിൽകുമാർ. അതായത് മഴ മാറാത്തത് ആശങ്ക ഉണ്ടാക്കുന്നു. ഇപ്പോൾ മറ്റേ മുമ്പുള്ള ആളുകൾ പറഞ്ഞ പോലെ തന്നെ ചെറിയ തോതിൽ വെള്ളം വീണ്ടും കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതേ നില തന്നെ തുടരുകയാണെന്നാണ്. ഇന്നലെയൊക്കെ രാവിലെ പകലൊക്കെ മഴ മാറി നിന്നിരുന്നു. അപ്പോൾ വെള്ളം പൂർണ്ണമായും ഇറങ്ങുമെന്ന് ഒരു ആശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോൾ ഇല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ വീണ്ടും ഈ മഴ നല്ല ശക്തമായി തന്നെ പെയ്യുന്നുണ്ട്. അത് മലയോര മേഖലയിലായാലും ശരി, താഴെയായാലും ശരി മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഇറങ്ങുന്നതിൻ്റെ ആ ഒരു വേഗത കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായും വീടുകളിലുള്ള ആളുകളൊക്കെ ഇന്നോടുകൂടിയൊക്കെ വീട്ടിലേക്ക് എത്താമെന്ന് ആശ്വസിച്ചിരുന്നതാണ്. അപ്പോൾ പല വീടുകളിലും അത് സാധിക്കാത്ത സ്ഥിതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഈ വെള്ളം പൂർണ്ണമായും ഇറങ്ങാതെ ഒന്ന് ക്ലീനിങ്ങിലേക്കും മറ്റും കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നമുക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയും. വീടുകളിലൊക്കെ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ചില ഭാഗങ്ങളിൽ, അതായത് ഉയർന്ന പ്രദേശങ്ങളിൽ വെള്ളം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ വീട്ടിലേക്ക് ആളുകളുണ്ട്. പക്ഷെ അവരുടെ വീടിന്റെ വരാന്ത വഴിയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്, അല്ലെങ്കിൽ തിണ്ണയിലേക്കൊക്കെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനിയും മഴ കനക്കുകയാണെങ്കിൽ ഒന്ന് വെയിൽ വന്നിരുന്നെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി പോയേനെ. പക്ഷെ വെള്ളം ഇറങ്ങുന്നതിന് മുമ്പ് ഇന്നലെ ഒരു ചെറിയൊരു ഇടവേള കിട്ടിയതാണ് ഈ മഴയ്ക്ക്. അപ്പോൾ ചെറുതായിട്ട് വെയിലൊക്കെ വന്നു, മാനമൊക്കെ ഒന്ന് തെളിഞ്ഞു. വീണ്ടും ഇന്നിപ്പോൾ മാനം കറുത്തു, മഴ പെയ്തു തുടങ്ങുന്നു എന്നുള്ളതാണ് അല്പം ആശങ്കയായിട്ട് മാറുന്നു. 1-2 ദിവസമൊക്കെ വെള്ളം കയറുന്ന പോലെ ഒരാഴ്ചയൊക്കെ വെള്ളം കയറി ഇങ്ങനെ കിടക്കുക എന്ന് പറയുന്നത് കുട്ടനാട്ടുകാർക്ക് ഇത് ശീലമാണ്. കോട്ടയത്തുകാർക്ക് ഇപ്പോൾ ഇത് മിക്കവാറും മഴ പെയ്യുന്ന സമയങ്ങളിൽ ഇത് അവർക്ക് അനുഭവിക്കേണ്ടി വരും. നോക്കൂ, ഇത് വീടിൻ്റെ ഒരു ഉൾഭാഗമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കടയുടെ ഉൾഭാഗമാണെന്ന് തോന്നുന്നു. ആ കടയിൽ അവരുടെ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ഏകദേശം കാൽഭാഗത്തോളം വെള്ളത്തിനടിയിലായി കഴിഞ്ഞു. ഓണത്തിന് വേണ്ടിയൊക്കെ വാങ്ങിച്ചിരിക്കുന്ന സാധനങ്ങളും ഒക്കെ ഉണ്ടാവും ഇതിനകത്ത്. ആ കടയിലെ മൊത്തം വെള്ളം കയറി കിടക്കുകയാണ്. ഇനി ഇത് ഇറങ്ങി വെള്ളമൊക്കെ ക്ലീൻ ചെയ്ത് ഈ തറയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് വെള്ളമൊക്കെ ഇറക്കിയതിന് ശേഷം മാത്രമേ അവർക്ക് കച്ചവടം പോലും തുടങ്ങാൻ പറ്റൂ. ഇപ്പോൾ ഈ ആഴ്ചയൊക്കെ ശരിക്കും കച്ചവടം ശക്തമാക്കേണ്ട, പൊടിപിടിക്കേണ്ട സമയമാണ്.